ഹലോ, ഇന്നൊരു പാടത്തേക്ക് പോകുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പാടത്തേക്ക് താമരക്കുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ താമരക്കുളത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ. ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ പാടത്തേക്ക് കാണുന്ന ആണ്. അപ്പോൾ ചത്തിട്ടുണ്ട്. നമ്മൾ തോട് മാത്രം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതാ ഏകദേശം നമ്മൾ താമരക്കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് വറ്റി വരണ്ടിട്ടുണ്ട് താമരക്കുളം കേട്ടോ. ഒന്ന് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ താമരക്കുളം ഇതാ ഏകദേശം വറ്റി വരണ്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ. ഈ താമരക്കുളത്തിലുള്ള ഒരു പൂവ് ഞാനിപ്പോൾ സൂം ചെയ്ത് കണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് 2-3 ഉണ്ട്. എന്നാലും കുറേയൊക്കെ വറ്റി വരണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ചെറിയ രീതിയിലൊരു സൺസെറ്റ് കാണാൻ കഴിയും. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ കാണാൻ കഴിയുള്ളൂ, കാരണം സൺസെറ്റ് ആവാറായിട്ടുള്ളൂ. ഇത് പാടത്തുള്ള ഒരു ഐറ്റം ചെടിയാണ്. അപ്പോൾ എല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ചെടി. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. നമുക്ക് പൂവ് ആയിട്ട് ഉപയോഗിക്കാനൊന്നും കഴിയില്ലെങ്കിലും എന്നാലും നല്ലൊരു ഭംഗിയുള്ളൊരു ചെടി തന്നെയാണിത്. നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാനൊക്കെ കഴിയും. വീട്ടിലൊക്കെ കൊണ്ടുവെക്കാനൊന്നും കഴിയില്ല, ചിലവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പാടത്തുള്ളൊരു ചെടിയാണിത്. ഇഷ്ടമൊന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇത് നമ്മൾ പാടം, അപ്പോൾ പാടം മുഴുവനായിട്ട് ഒന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുറേ കണ്ടങ്ങളൊക്കെ ട്രാക്ടർ വെച്ച് പൂട്ടിയിട്ടുണ്ട്. ഇത് ഓരോ സൈഡുകളാണ് പാടത്തിൻ്റെ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ ചില കണ്ടങ്ങൾ നമ്മുടെ താഴ്ചയുള്ളത്, അതാണ് നമ്മൾ താമരക്കുഴിയായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ പക്ഷികളൊക്കെ അതാ പറക്കുന്നുണ്ട്. ഹലോ, ഇവിടെ വന്നപ്പോഴാണ് മറ്റൊന്ന് കണ്ടത്. നമ്മുടെ പൂട്ടിയ ഭാഗത്ത് ഒരു കൂന്താന്ന് പറയും. അപ്പോൾ കൂന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആളുകളൊക്കെ കൂന്ത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു പേര് നമ്മുടെ ആമ്പലിൻ്റെ കിഴങ്ങാണിത്. ഇത് കുഴിച്ചിട്ടാലാണ് ആമ്പൽ ഉണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്ന് ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് മനസ്സിലാകാൻ കഴിയില്ല. പല രീതിയിലാണ് ഇതിൻ്റെ ഒരു നീളം ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കണ്ടപ്പോൾ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കൂന്ത എന്ന് അറിയപ്പെടുന്ന ആമ്പലിൻ്റെ കിഴങ്ങാണ്. ഈ ഭാഗത്ത് ആമ്പലിൻ്റെ ചുവപ്പ് ആമ്പലാണുള്ളത്. അതുപോലെ വെള്ള ആമ്പലൊക്കെ ഉണ്ട്. ഇത് ഏതിൻ്റെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും ഞാൻ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കരഭാഗമാണിത്. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഹലോ, അപ്പം നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് ഇനി ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇറങ്ങി വന്ന ഭാഗം ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് കാണിച്ചു തന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അടിപൊളി തെങ്ങുകളും വാഴകളൊക്കെയാണ് കാണുന്നത്. ഇനി കുറച്ചും കൂടി നിങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ലൈവായിട്ടൊക്കെ വിടാൻ കഴിയും. ഈ ഭാഗം റെയിൽവേ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇതാണ് റെയിൽവേ. അപ്പോൾ അതാണ് റെയിൽവേൻ്റെ ഭാഗം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. ഈ വര പോലുള്ള റെയിൽവേൻ്റെ ഭാഗമാണ്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ താമരക്കുളം ഒരു തവണ കൂടി കാണിച്ചു തരാം. അപ്പോൾ താമരക്കുളത്തിൻ്റെ അടുത്ത് പോകുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ് താമര. അപ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ താമരക്കുളം എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം, മെസ്സേജ് വഴിയൊക്കെ അറിയിക്കുക. പിന്നെ താമര കാണാത്തവരൊക്കെ ഉണ്ടാവും, കണ്ടവരുണ്ട് അറിയിക്കുക. നിങ്ങൾ അയൽവാസി അയൽവാസി മീൻസ് നമ്മുടെ തൊട്ടടുത്ത് എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അടുത്തൊക്കെ നിങ്ങളുടെ പാടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പാടങ്ങൾ എവിടേക്കാണുള്ളത് എന്നൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാൻ താങ്ക് യു.